ഗോസ്പൽ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, ബാസ്ക്കറ്റ്ബോൾ കണ്ടെത്തിയത് സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടിയുള്ള ഒരു എഫക്റ്റീവ് ടൂളായിട്ടാണെന്ന്? അതെ, അത് കണ്ടെത്തിയത് ജെയിംസ് നായ്സ്മിത്ത് എന്ന ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1861 നവംബർ 6 കാനഡയിലെ ഒണ്ടാറിയോ എന്ന നഗരത്തിലായിരുന്നു. അദ്ദേഹം YMC ഇൻ്റർനാഷണൽ യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ, അതായത് YMCAയിലെ ഫിസിക്കൽ ട്രെയിനറായിരുന്നു. മസച്യൂസെറ്റ്സിലുള്ള സ്പ്രിംഗ്ഫീൽഡ് എന്ന പ്രദേശത്തുള്ള ഉണ്ടായിരുന്ന YMCAയിലെ ഫിസിക്കൽ ട്രെയിനറായിരുന്നു ജെയിംസ് നായ്സ്മിത്ത്. തന്നോടൊപ്പം ധാരാളം യുവാക്കളും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പുതിയതായ ഒരു കായിക ഇനം ഉണ്ടാക്കണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്രകാരമായിരുന്നു തനിക്കൊരു ചിന്ത, ഒരാശയം തൻ്റെ മനസ്സിൽ വന്നത്. അപ്രകാരം താൻ ഒരു കായിക ഇനം അവരുടെ മുമ്പിൽ പങ്കുവച്ചു. അതായിരുന്നു ബാസ്ക്കറ്റ്ബോളിൻ്റെ ആരംഭം. തന്നോടൊപ്പം 18 യുവാക്കളുണ്ടായിരുന്നു. അവരെ 2 ടീമുകളായി തിരിച്ച് 9 പേർ ഒരു ടീമിലും മറ്റ് 9 പേർ മറ്റ് ടീമിലും അവർ തമ്മിൽ കളിക്കുവാനിടയായി. ഇന്നത്തെ പോലെ നിയമങ്ങളൊന്നുമില്ല എങ്കിലും ആദ്യമായി അവർ കളിക്കുവാനിടയായി. ബാസ്ക്കറ്റ് ഒരു കൊട്ട 2 ഇടങ്ങളിലായി നാട്ടി, ഒരു തൂണിന്മേൽ നാട്ടി, അങ്ങനെയായിരുന്നു അവർ കളിച്ചത്. പക്ഷേ അത് പതിയെ അത് വളരുവാനിടയായി. YMCA എവിടെയൊക്കെ വ്യാപിച്ചോ അവിടെയെല്ലാം ഈ കായിക ഇനവും വ്യാപിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഈ ബാസ്ക്കറ്റ്ബോൾ ലോകപ്രശസ്തമായി തീർന്നു. എവിടെയൊക്കെയോ YMCA എത്തിയോ അവിടെ എല്ലാം ബാസ്ക്കറ്റ്ബോളും എത്തി. അങ്ങനെ അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ബാസ്ക്കറ്റ്ബോൾ പ്രചാരം നേടി. പ്രത്യേകിച്ച് ചൈനയിൽ പോലും ബാസ്ക്കറ്റ്ബോളിന് നല്ല പ്രചാരമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും മികച്ച കായികം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബാസ്ക്കറ്റ്ബോളാണ്. അവർക്ക് ഏറ്റവും അധികം പ്രചാരമുള്ള കായിക ഇനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാസ്ക്കറ്റ്ബോളാണ്. കായിക ഇനവും നമുക്ക് വേണമെങ്കിൽ സുവിശേഷത്തിന് ഒരു മാധ്യമമായി ഉപയോഗിക്കാം. എപ്രകാരം എന്നല്ലേ, നമ്മൾ പലപ്പോഴും കായിക ഇനത്തെ അല്ലെങ്കിൽ സ്പോർട്സിനെ മാറ്റി നിർത്താറുണ്ട്. അത് സമയനഷ്ടമാണ്, അത് വ്യർത്ഥമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എങ്ങനെ നമുക്ക് ഈ കായികത്തെയും സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കാം? പൗലോസ് തന്നെ തൻ്റെ ലേഖനങ്ങളിൽ പല സമയങ്ങളിലായി പല കായിക ഇനത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. ബോക്സിങ്, റെസ്ലിംഗ്, അതേപോലെ തന്നെ റണ്ണിങ്, ഇങ്ങനെ പലവിധമായ കായിക ഇനത്തെ താനാണെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രിയരെ, നമുക്കും പലപ്പോഴും നമ്മൾ കരുതാറുണ്ട് സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് പ്രസംഗിക്കുക മാത്രമായിരിക്കും. പ്രസംഗിക്കുക എന്നത് മാത്രമാണ് സുവിശേഷം, അല്ലെങ്കിൽ ട്രാക്റ്റ് കൊടുക്കുന്നത് മാത്രമാണ് സുവിശേഷമെന്ന്. പക്ഷെ അതിലെല്ലാം അപ്പുറമായി നമുക്ക് പല രീതിയിലുള്ള ക്രിയേറ്റീവായ രീതിയിൽ നമുക്ക് സുവിശേഷങ്ങൾ പങ്കുവെക്കുക. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.